കോതമംഗലത്ത് മതപരിവർത്തനം മൂലം മരണപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുകയാണ് എന്നെ അന്വേഷണം വേണമെന്ന്. എന്നെ അന്വേഷണത്തിന്റെ ആവശ്യമുണ്ടോ? കാരണം കേരളത്തിലെ പോലീസ് അത്രയ്ക്ക് ഗതികെട്ടോ, അതോ ഈ മതപരിവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് അനുകൂലമായാണോ അവരുടെ പ്രവർത്തനം? സംശയമില്ല. ഈ രണ്ടാമത് പറഞ്ഞത് ശരിയാണ്. അവർക്ക് അനുകൂലമായിട്ടാണ്. കാരണം മതപ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അനുകൂലം. നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. ഈ PF നിരോധിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ വസ്തു കണ്ടുകെട്ടണം, പ്രോപ്പർട്ടി സ്വത്ത് കണ്ടുകെട്ടണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ അത് പതുക്കെ പോയാൽ മതി എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ പറഞ്ഞത്. അതുപോലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തീവ്രവാദ സംഘടനകളുടെ വോട്ട് കിട്ടിയില്ലേ? നാണമില്ലാതെ വാങ്ങിച്ചില്ലേ? എന്നിട്ട് പറഞ്ഞില്ലേ അവർ തീവ്രവാദ സംഘടനയൊന്നുമല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ സ്വരാജ്? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇപ്പം നോക്കൂ, വിഭജന വേദന ദിനം എന്ന് പറഞ്ഞിട്ട് വിഭജനത്തിൻ്റെ വേദന അനുഭവിച്ചവരുടെ ചങ്ക് പൊട്ടുന്ന തരത്തിലുള്ള ആ ഓർമ്മകളുണ്ട്. അവർക്ക് ഓർമ്മകളുണ്ട്. ഇന്ത്യയെ 16 വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞാൽ ജിന്നയേക്കാളും കൂടുതൽ അതിൻ്റെ 8 ഇരട്ടി ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവില്ല. അത് കേരള പോലീസും സർക്കാരും ശക്തമായ നടപടി എടുക്കാത്തത് കൊണ്ടാണ്. ഇത് ഒരു സംഭവമല്ലല്ലോ, ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 10-15 വർഷമായി ഒരു ഭാഗത്ത് ഇത്തരം മതപരിവർത്തനം നടത്തി അവരെ വിദേശത്തേക്ക് കടത്തുക, അല്ലെന്തെങ്കിൽ വേശ്യാലയത്തിൽ എത്തിക്കുക, മറ്റൊരു ഘട്ടത്തിൽ ഈ മതപരിവർത്തനം നടത്തുക. ഇതെന്താണ് ഇങ്ങനെ തുടർച്ചയായി സംഭവം? പിന്നെ ഇതിനിടയിലാണ് ആത്മഹത്യകൾ. IS അവരുടെ സുഖഭോഗങ്ങൾക്കായിട്ടുണ്ടോ? അങ്ങനെയല്ലേ സംഭവിച്ചത്? അഖില പിന്നെ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവായിട്ടൊരാൾ, ഇവരെല്ലാം അങ്ങനല്ലേ മതം മാറ്റപ്പെട്ടത്? നമുക്കറിയില്ല. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടില്ലേ? സിറിയയിൽ പോയിട്ടില്ലേ? അൽ ബഷറിൻ്റെ ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭം നയിക്കാൻ വേണ്ടി അവർ കൊല്ലപ്പെട്ടു. പക്ഷേ ഇപ്പോൾ പ്രക്ഷോഭം അന്ന് നയിച്ച ആ സംഘടനയാണ് ഇപ്പോൾ അധികാരത്തിൽ അവിടെ വന്നിരിക്കുന്നത്. ബഷാമിൻ്റെ നേതൃത്വത്തിൽ. ട്രംപ് 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ട ആളാണ്. ട്രംപിനെ കണ്ടു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു. നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ സംസാരിക്കുന്ന പോലെ അവർ തമ്മിൽ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് 1 കോടി വിലയിട്ട ഭീകരൻ ഇപ്പോൾ ആപ്തമിത്രമായി. അങ്ങനെയാണല്ലോ പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായിട്ട് കണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ ഫീൽഡ് മാർഷലിനെ വിളിച്ച് സൽക്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആസിം മുനീർ വീണ്ടും അങ്ങോട്ട് അതിൻ്റെ സ്വാദ് പിടിച്ച് വീണ്ടും പോയിക്കൊണ്ടിരിക്കുക ആസിം മുനീർ അവിടെ അമേരിക്കയിലേക്ക്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ അതുപോലെ ഇവരെ പ്രീതിപ്പെടുത്താനും പ്രീണനം നടത്താനും വേണ്ടിയിട്ട് വലിയ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും മിണ്ടിക്കൂടാ. ഇപ്പോൾ റഹന ഫാത്തിമയുടെ ശബരിമലയിൽ പോയി മതകലഹം ഉണ്ടാക്കാൻ ശ്രമിച്ച ആ സ്ത്രീയുടെ കേസ് റദ്ദാക്കാനല്ലേ ശ്രമിച്ചത്? അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഇടപെട്ടല്ലേ ആ കേസ് റദ്ദാക്കുന്നത്, കോടതി ഒഴിവാക്കിയത്? അങ്ങനെ ജാഗ്രതയുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ ഇവരുടെ പ്രീണന ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ജാഗ്രത വേണം. അപ്പോൾ ആ രീതിയിൽ നിയമവിരുദ്ധമായിട്ടും അവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോൾ കേരള പോലീസ് അന്വേഷിച്ചാൽ കേരള ഗവൺമെൻറ്റിലുള്ള കീഴിലുള്ള ഏത് ആഭ്യന്തര വകുപ്പ് സംവിധാനം അന്വേഷിച്ചാലും ഗവൺമെൻറ് അതിൽ ഇടപെടും. ആ പ്രതിയുടെ തെറ്റിനെ ലഘുവായി കാണും. ഇതൊരു മതപരിവർത്തന കേസാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും NIA ഇടപെട്ടേ പറ്റൂ. സിസ്റ്റർമാരുടെ കേസിൽ നമ്മൾ കൊടുത്ത ഒരു സ്ത്രീകളോട് കാണിച്ച ഒരു ഔദാര്യമാണ്. ആ കേസിൽ അവർക്ക് ജാമ്യം കൊടുത്തു. ജാമ്യമില്ലാതെ ഈ കേസാക്കി ഇത് മാറ്റേണ്ടി വരും. കാരണം മതപരിവർത്തനം ഒരു രാഷ്ട്രത്തിൻ്റെ ഡെമോഗ്രഫിയിൽ വരുത്തുന്ന സ്വാധീനം അത് വലിയ കലാപങ്ങൾക്ക് നമ്മൾ കണ്ടതാണല്ലോ. പാകിസ്ഥാൻ ഉണ്ടായതെങ്ങനെ, അതിൻ്റെ വേദനകൾ പങ്കിടാനൊരു ദിവസമാണ് ഓഗസ്റ്റ് 14 എന്ന് പറഞ്ഞപ്പോൾ അത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞാണ് SFI മുന്നോട്ട് വരുന്നത്. അതുതന്നെയല്ലേ മതപ്രീണനത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണം. പിന്നെ കൂടുതൽ ഞാൻ വിശദാംശങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഭാരത മാതാവിനെ കണ്ട് ബോയ്ക്കട്ട് ചെയ്ത മന്ത്രിമാരല്ലേ നമുക്കുള്ളത്? അങ്ങനെ ഒരു ഭാരതമാതാവ് ഞങ്ങൾക്കില്ലെന്ന് പറയുന്ന ബിനോയ് വിശ്വം അല്ലേ നമ്മുടെ നേതാവായിട്ടിരിക്കുന്നത്, ഭരണത്തിൻ്റെ പങ്കാളിയായിട്ടുള്ള CPIയുടെ ആളായിട്ടിരിക്കുന്നത്? അങ്ങനെ ഈ മാതാവ് ഞങ്ങളുടെ അല്ല, അത് എന്തുകൊണ്ടായിരിക്കും ഒരു സംഘടിത ശക്തി നിരന്തരം ലവ് ജിഹാദ് നടത്താൻ ഇങ്ങനെ ശ്രമം നടത്തുമ്പോൾ തടയിടാൻ സർക്കാരിനും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പരിധി വരെ കഴിയുന്നില്ലല്ലോ? അത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായ അങ്ങനെ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി വേണം. അങ്ങനെയാണ് കാശ്മീരിലെ ഭീകരവാദം നമ്മൾ അവസാനിപ്പിച്ചത്. അങ്ങനെയാണ് ഛത്തീസ്ഗഡിലെ മാവോവാദം നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതുപോലെ ഒരു ഇച്ഛാശക്തി വേണം. അല്ല ചുമ്മാതെ സുഖാഡംബരങ്ങളിൽ ഇരുന്നുകൊണ്ട് കോസി കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് ഇവരെ ഒന്നും ചെയ്യണ്ട, പോട്ട് വിട്ടേക്കെന്നും പറഞ്ഞ് ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ശ്രീജിത്തെ, സംശയം എന്താണ്? ഒത്തുകളിയാണ്, ഒരുതരം കൊല്യൂഷൻ തന്നെയാണ് ഈ മതഭീകരവാദികളുമായിട്ട്. ഇത് തന്നെയാണ് സമൂഹത്തിൻ്റെ പ്രതികരണം. അങ്ങനെയാണ്. ഏത് ബിഷപ്പാണ് അവിടോട്ട് പോയിട്ടുള്ളത്? PC ജോർജ് പോയി, അയാൾ ബിഷപ്പല്ല. ഈ ഛത്തീസ്ഗഡിനെ പറ്റി നിങ്ങളുടെ കൈ വെറുതെ ഇരിക്കണ്ട, തിരിച്ചടിക്കൂ എന്ന് പറഞ്ഞ ബിഷപ്പ് എവിടെ? കോങ്കോയിൽ 40 പേരെ കൊല്ലുമ്പോൾ അവർക്ക് യാതൊരു വിഷാദമില്ല. കാരണം അവർ കൊന്നിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. മിണ്ടുകല്ലോ. ഇതുപോലെ എല്ലാ സംഭവം. മലപ്പുറത്ത് ഒരു
ദളിത പുരുഷനെ കെട്ടി ഒരു പെൺകുട്ടി ദളിതനെ കൊന്നു. ദളിത സംഘടന എവിടെ പോയി? വേടന് വേണ്ടി വാക്കത്തി പോലെ മൂർച്ഛിച്ച വാക്കുകൾ പറഞ്ഞവരോട് പോയി. ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ട് നമ്മൾ നിത്യം കാണുന്ന കാഴ്ചകളല്ലേ. ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കേരള പോലീസ് അന്വേഷിച്ചാൽ റഹ്മീസിനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കും. അവൻ രാജകുമാരനായിട്ട് തന്നെ തിരിച്ചു വരും. വീണ്ടും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അവൻ തുടരും. നോക്കൂ, കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് പറയുന്നു. ഞാനിപ്പോൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ഇതുപോലെ മരിച്ച പെൺകുട്ടികൾ. അനൂജ എന്ന് പറയുന്ന പെൺകുട്ടി ഖലീൽ എന്ന് പറയുന്ന ആളിനെ കെട്ടി. ഖലീൽ ജീവിച്ചിരിക്കുന്നു, അനൂജ ഇല്ല. ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടി മുഹമ്മദിനെ കെട്ടി. മുഹമ്മദ് ഇപ്പോഴും ഉണ്ട്, ആദിത്യ ഇല്ല. നന്ദ എന്ന് പറയുന്ന പെൺകുട്ടി ഷുഹൈബിനെ കല്യാണം കഴിച്ചു, ഷുഹൈബുണ്ട്, നന്ദ ഇല്ല. ശ്രദ്ധ എന്ന പെൺകുട്ടി അഫ്താസിനെ കല്യാണം കഴിച്ചു, ശ്രദ്ധ ഇല്ല. ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടല്ല, അഫ്താസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ധന്യ കല്യാണം കഴിച്ചത് ഷക്കീലിനെ, ഷക്കീലുണ്ട്, ധന്യ ഇല്ല. രേഷ്മ മരിച്ചുപോയി, പക്ഷേ അയൂബ് ഇപ്പോഴും ജീവിക്കുന്നു. അതുപോലെ തന്നെ സജിത്ര ജസീറിനെ കല്യാണം കഴിച്ചു, ജസീറുണ്ട്, സജിത്ര ഇല്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശകുന്തള മാത്രം മരിച്ചില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ശകുന്തളമാരെല്ലാം മരിക്കുകയും അതേസമയം ഈ ദുഷന്തന്മാർ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ, സോന എന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ ONVയുടെ ഒരു വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സ്നേഹിച്ച തെറ്റിനെ ആത്മാഹുതിയുടെ വേദന താനേ വരിച്ച സോന. ആവർത്തിക്കാം. സ്നേഹിച്ച തെറ്റിനെ ആത്മാഹുതിയുടെ വേദന താനേ വരിച്ചത്. ഇവൻ അബദ്ധ സഞ്ചാരങ്ങളുണ്ടെന്നറിഞ്ഞിട്ടും അവന് അഭീത ബന്ധങ്ങളുണ്ടെന്നറിഞ്ഞിട്ടും നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്, നിന്റെ തെറ്റിന് ഞാൻ മാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ അവനോടൊപ്പം സൗഹൃദം പുലർത്തിയ പെൺകുട്ടി വഞ്ചനയിലൂടെ ചതിയിലൂടെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമുക്കൊരു സ്ഥലത്ത് പോവാം, സിനിമ കാണാൻ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ലല്ലോ. സ്വന്തം വീട്ടിലേക്ക് ബലക്കാരെണ്ണം പിടിച്ചുകൊണ്ടുപോയി അവിടെ മുറിയിലിട്ട് പൂട്ടി മതം മാറ്റിക്കൂ എന്ന് പറഞ്ഞ് കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കി. ഈ സ്നേഹശൂന്യത കണ്ടപ്പോൾ തന്നെയല്ല സ്നേഹിക്കുന്നത്, അവൻ തൻ്റെ മതത്തെ, അതായത് അവൻ്റെ മതത്തെ ആണ് സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. ഇവളുടെ മതത്തിനെയും ഇവളുടെ കുടുംബാംഗങ്ങളെയും എല്ലാം തിരസ്കരിച്ചുകൊണ്ട് വിശുദ്ധമായ പ്രേമത്താൽ അവൻ്റെ പിന്നാലെ പോയി. അതിന് പകരം കിട്ടിയത് ഈ മതമാണ്. നമുക്ക് പൊന്നാനിക്ക് പോവാം, അവിടെ നമുക്ക് 4-ാം വേദം കൂടാം എന്നുള്ള വാക്യമാണ്. അവൾക്ക് മതം മാറുന്നതിലല്ല വിഷമം, തന്നെ ഇങ്ങനെ വഞ്ചിച്ചുവല്ലോ, തന്നെയുടെ സ്നേഹവഞ്ചന കാണിച്ചു എന്നുള്ളത്. ആ പെൺകുട്ടി മതം മാറാമെന്ന് വാക്ക് കൊടുത്തിരുന്നു, പക്ഷെ വേഗത്തിൽ മാറണം. പീഡിപ്പിക്കുന്നു. അതെ, ഒരാളെ അടിച്ചമർത്തി ഫോഴ്സ്ഡ് കൺവെൻഷനാക്കി അതൊരു പീഡനം പോലെ ആക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണത്. അപ്പം അവളോടൊരു ഒരു 4 ഇഞ്ചെങ്കിലും സ്നേഹം ഇവനുണ്ടോ? ഇല്ല. ആ തിരിച്ചറിവിൽ നിന്ന്, സ്നേഹശൂന്യനാണ് ഇവനെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പെൺകുട്ടി ആത്മാഹുതിയുടെ വേദന സ്വയം ഭരിച്ചുകൊണ്ടുപോയത്. ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. കൊടും വഞ്ചന, ചതി, വഞ്ചനയിലൂടെയുള്ള മതം മാറ്റം. ഇത് ഞാൻ ഒരിക്കലും ലവ് എന്നുള്ള വാക്ക് അതിനകത്ത് ചേർക്കാൻ പാടില്ല. ദിസ് ഈസ് കൺവേർഷൻ ജിഹാദ്. അതിന് വേറൊരു വാക്കില്ല. കൺവേർഷന് വേണ്ടിയിട്ടുള്ള അന്ധമായിട്ടുള്ള ഒരു തരം പീഡാനുഭവം. അത് എത്ര ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ ഇതിനെ പ്രതിഷേധിച്ചു. മെഴുകുതിരി കൊണ്ട് പ്രകടനം നടത്താൻ ആരെയും കണ്ടില്ല. ഒരിടത്തു നിന്നും ഇങ്ങനെ കണ്ടില്ലല്ലോ നമ്മൾ. രാഷ്ട്രീയക്കാരെവിടെ? VD സതീശനുമൊക്കെ എന്തുവായിരുന്നു ഒരു കൊയ്ത്ത് ചാകര കൊയ്യാൻ പോകുന്നത് പോലെയല്ലേ ഛത്തീസ്ഗഡിലേക്ക് പോയത്. എവിടെ അവരൊക്കെ ഇപ്പൊ നിശബ്ദമായിട്ട് നാവടത്തിരിക്കുന്നു? ഇവരെല്ലാം പ്രീണനത്തിന്റെ ആൾക്കാരാണ്. നാണമില്ലാത്ത പ്രീണനത്തിന്റെ വിളിക്കും. മുസ്ലിം ലീഗ് വിരട്ടും, അതുകൊണ്ട് മൗനം പാലിക്കുകയാണ്. മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ, വോട്ട് കിട്ടാതെ വരും. അതുകൊണ്ടല്ലേ പഞ്ചപുച്ചമുടാക്കി ഈ സംഘടിത ന്യൂനപക്ഷത്തിന് മുമ്പിൽ മാതൃഭൂമിയും മനോരമയും പോലുള്ള പത്രങ്ങൾ നിൽക്കുന്നത്. മോദിയെ നമ്മൾ മുസ്ലിങ്ങളിൽ തന്നെ പലരും സമ്മതിക്കുന്ന കാര്യമാണ്. ഹിന്ദുക്കൾക്കെതിരെ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നത്, ആ ഹിന്ദുക്കൾക്കെതിരെ മോദിക്കെതിരെ ഒരു വാർത്ത വരുമ്പോൾ കൂട്ടത്തോടെ സംഘടിതമായിട്ട് അതിനെ ലൈക്ക് ചെയ്യാൻ ഒരു വിഭാഗമുണ്ട്. അതിനെതിരെ വാർത്ത വരുന്ന പത്രങ്ങളെ വരുത്തി അതിൻ്റെ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിംഗ്, സർക്കുലേഷൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു സംഘമുണ്ട്. ആ ഒരു ചതിക്കെണിയിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യധാരാ പത്രങ്ങൾ പോലും. അതുപോലെയാണ് നോൺ സെൻസിക്കലായിട്ടുള്ള ഒരു സമരം പപ്പുവായിട്ടുള്ള രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അതിൻ്റെ യുക്തി വിചാരം നടത്താതെ, അതിൻ്റെ ലോജിക്കിനെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാതെ അന്ധവിശ്വാസം പോലെ, കോമാളികളെ പോലെ അതിന്
വേണ്ടിയിട്ട് താളം ചവിട്ടാൻ ഇവർ നടക്കുന്നു. ആ താളത്തിനൊത്ത് തുള്ളാൻ ഇവരൊക്കെ നിൽക്കുന്നത് വിവരമുള്ള ഒരു നോളജ് സൊസൈറ്റി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. നോളജ് സൊസൈറ്റി എന്ന് പറഞ്ഞ വിവരമുള്ള ഒരു സമൂഹത്തിന് അത് അവരോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.